അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ സ്വന്തമായി വികസിപ്പിക്കാൻ കഴിവുള്ള തെരഞ്ഞെടുത്ത രാജ്യങ്ങളുടെ കൂട്ടത്തിൽ ചേരാനുള്ള പാതയിലാണ് നമ്മുടെ ഇന്ത്യയും. 2035ഓടെ ഇന്ത്യയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യൻ വ്യോമസേനയിൽ ആദ്യത്തെ തദ്ദേശീയ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് ഉൾപ്പെടുത്തുമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രതിരോധ ഗവേഷണ വികസന സംഘടനയുടെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് സമീപകാല പൊതു പ്രസ്താവനകളിൽ ഈ സമയക്രമം സ്ഥിരീകരിച്ചു പറഞ്ഞിരിക്കുകയാണിപ്പോൾ. നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത, അതായത് നമ്മുടെ ആത്മനിർഭർ ഭാരത് എന്ന ഇന്ത്യയുടെ അഭിലാഷത്തിലെ ഒരു പ്രധാന ചുവടുവയ്പ് തന്നെയാണ് ഈ AMCA എന്ന അഞ്ചാം തലമുറ യുദ്ധവിമാന സംരംഭം. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവിയിലെ പോരാട്ട ആവശ്യകതകൾ നിറവേറ്റുന്നതിനാണ് ഈ നൂതന വിമാനം ഇപ്പോൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. നിരീക്ഷിക്കാവുന്ന കുറഞ്ഞ സ്റ്റെൽത്ത് സവിശേഷതകൾ, സങ്കീർണമായ സംയോജിത ഏവിയോണിക്സും സെൻസറുകളും, ആഫ്റ്റർ ബേർണറുകൾ ഇല്ലാതെ സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാനുള്ള കഴിവ്, ആയുധങ്ങൾ വഹിക്കുന്നതിനുള്ള ഒരു ആന്തരിക ബേ, അതിന്റെ സ്റ്റെൽത്ത് പ്രൊഫൈൽ മെച്ചപ്പെടുത്തൽ തുടങ്ങിയ ആവശ്യം അഞ്ചാം തലമുറ സവിശേഷതകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നൂതന ആകാശ പ്ലാറ്റ്ഫോമുകൾ സൃഷ്ടിക്കുന്നതിനുള്ള അന്താരാഷ്ട്ര മാനദണ്ഡങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനായി ഏകദേശം 10 വർഷത്തെ വികസന കാലയളവാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിൽ എവിടെയുമുള്ള ഏതൊരു പരിപാടിയും പരിശോധിച്ചാൽ ഒരു പുതിയ പ്ലാറ്റ്ഫോം വികസിപ്പിക്കാൻ 10 മുതൽ 15 വർഷം വരെ എടുക്കും. 2024 തുടക്കത്തിൽ ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റിയിൽ നിന്ന് ഈ പദ്ധതിയുടെ വികസനത്തിനുള്ള അനുമതി ഔദ്യോഗികമായി ലഭിച്ചിരുന്നു. ഇതിന് 10 വർഷം എടുക്കും. 2035ഓടെ ഈ പ്ലാറ്റ്ഫോം വിതരണം ചെയ്യാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് എന്നാണ് DRDOയുടെ ചെയർമാൻ ഡോക്ടർ സമീർ വി കാമത്ത് പറഞ്ഞത്. DRDOയുടെ എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയാണ് ഈ പദ്ധതി കൈകാര്യം ചെയ്യുന്നത്. ഈ വർഷം ആദ്യം അതിന്റെ രൂപകൽപ്പനയ്ക്കും വികസന ഘട്ടത്തിനും നിർണായകമായ CCS ക്ലിയറൻസ് ശേഷം കാര്യമായ പ്രചോദനമാണിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. തേജസ് LCA ഉൾപ്പെടെയുള്ള വിമാന നിർമ്മാണത്തിൽ വിപുലമായ പരിചയ സമ്പന്നരായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഉൽപാദനത്തിന് നേതൃത്വം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഉൽപാദന പ്രക്രിയ വേഗത്തിലാക്കാൻ പൊതു സ്വകാര്യ മേഖല കമ്പനികൾ തമ്മിലുള്ള സംയുക്ത സംരംഭം ഉൾപ്പെടുന്ന ഒരു പുതിയ സമീപനമാണിപ്പോൾ ഇവരുടെ പരിഗണനയിലുള്ളത്. AMCയുടെ വികസന പദ്ധതികളിൽ 2 ഘട്ടങ്ങളാണ്. AMCA Mark 1 എന്ന് നാമകരണം ചെയ്യപ്പെട്ട പ്രാരംഭ പതിപ്പ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ജനറൽ ഇലക്ട്രിക് F414 എഞ്ചിനാണ് സജ്ജീകരിക്കുന്നത്. അന്താരാഷ്ട്ര സഹകരണത്തിലൂടെയും സാങ്കേതിക കൈമാറ്റ കരാറുകളിലൂടെയും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കൂടുതൽ ശക്തമായ എഞ്ചിൻ ഉൾപ്പെടുത്താൻ ഉദ്ദേശിച്ചിട്ടുള്ള തുടർന്നുള്ള ഒരു Mark 2 വേരിയന്റ് ആണ് ആസൂത്രണം ചെയ്യുന്നത്, അതായത് AMCA Mark 2. AMCA വിജയകരമായി വികസിപ്പിക്കുകയും ഫീൽഡ് ചെയ്യുകയും ചെയ്യുന്നത് നിലവിൽ സ്വന്തമായി അഡ്വാൻസ്ഡ് സ്റ്റെൽത്ത് ഫൈറ്ററുകൾ പ്രവർത്തിക്കുന്ന അമേരിക്ക, റഷ്യ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ കൂടെ ഇന്ത്യയും എത്തും. പ്രത്യേകിച്ച് ചൈനയുടെ J-20 സ്റ്റെൽത്ത് ഫൈറ്റർ ഫീൽഡ് ചെയ്യുന്നത് പോലുള്ള സംഭവ വികാസങ്ങളുടെ വെളിച്ചത്തിൽ പ്രാദേശിക സ്ഥിരത നിലനിർത്തുന്നതിന് തന്ത്രപരമായി പ്രധാനപ്പെട്ട ഒന്നായി ഈ വിമാനത്തെയും കണക്കാക്കുന്നു. AMCയുടെ Mark 1A വേരിയന്റ് അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന GE F404 എഞ്ചിൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുമ്പോൾ Mark 2 വേണ്ടി തദ്ദേശീയമായി എഞ്ചിൻ വികസിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇന്ത്യ. ഇതിനുവേണ്ടി ഈ നിർണായക പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനുള്ള ഇന്ത്യയുടെ ശ്രമത്തിന് ഇപ്പോൾ ഗണ്യമായ പ്രോത്സാഹനമാണ് ലഭിക്കുന്നത്. അതായത് സ്വകാര്യ കമ്പനികൾ രാജ്യത്തിനുള്ളിൽ ശക്തമായ ഒരു പുതിയ ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ സർക്കാർ ഇപ്പോൾ പിന്തുണ നൽകിയിരിക്കുകയാണ്. ലാർസൻ ആൻഡ് ടൂബ്രോ, ഗോദ്രേജ് എയറോസ്പേസ്, കല്യാണി ഗ്രൂപ്പ് എന്നിവ ഉൾപ്പെടെയുള്ള പ്രമുഖ സ്വകാര്യ കമ്പനികളാണ് ഈ ലക്ഷ്യവുമായി ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ഭാവിയിലെ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റിന് ശക്തി പകരുന്നതിനായി 110 kN ത്രസ്റ്റുള്ള എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുക എന്നതാണ് ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം. 7 മുതൽ 9 വർഷം വരെയുള്ള വെല്ലുവിളി നിറഞ്ഞ സമയപരിധിക്കുള്ളിൽ എഞ്ചിൻ എത്തിക്കുക എന്നതാണ് ഈ പരിപാടി കൊണ്ട് ലക്ഷ്യമിടുന്നത്. എന്നാൽ ചില പ്രതിരോധ വിദഗ്ധർ പറയുന്നത് അത്തരമൊരു നൂതന സൈനിക ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിന് 12 മുതൽ 15 വർഷം വരെ എടുക്കുമെന്നും ഈ എഞ്ചിന് വേണ്ടിയിട്ട് ആഗോള എഞ്ചിൻ നിർമ്മാതാക്കളെ ഇന്ത്യക്ക് ആശ്രയിക്കേണ്ടി വരും എന്നുമാണ്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ L&Tയും ഗോദ്രേജ് എയറോസ്പേസും കല്യാണി തുടങ്ങിയ കമ്പനികൾ അന്താരാഷ്ട്ര എയറോസ്പേസ് വിപണിയിൽ ഇതിനകം തന്നെ സ്ഥാപിതമായ കളിക്കാരാണ്. റോൾസ് റോയ്സ്, സഫ്രാൻ തുടങ്ങിയ ആഗോള നേതാക്കൾ ഉപയോഗിക്കുന്ന വാണിജ്യ വിമാന എഞ്ചിനുകൾക്കായി ഇവർ നിർണായക ഘടകങ്ങളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ഉയർന്ന കൃത്യതയുള്ള നിർമ്മാണം, നൂതന വസ്തുക്കൾ, പ്രത്യേക വെൽഡിംഗ്, ആധുനിക ഉൽപാദന സാങ്കേതിക വിദ്യകൾ എന്നിവയിൽ ഈ ഇന്ത്യൻ കമ്പനികൾ ഗണ്യമായ വൈദഗ്ധ്യമുണ്ട്. എന്നാൽ ഇവിടെ ഈ കമ്പനികളെല്ലാം നേരിടുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത് പൂർണ്ണമായും വികസിപ്പിച്ച ഒരു ആവാസ വ്യവസ്ഥയുടെ അഭാവമാണ്. അതായത് വാണിജ്യ സൈനിക എഞ്ചിനുകൾക്കായി ഉപയോഗിക്കുന്ന മെറ്റീരിയലുകളിലും പ്രക്രിയകളും ഓവർലാപ്പുകൾ ഉണ്ടെങ്കിലും സൈനിക ജെറ്റ് എഞ്ചിനുകൾക്ക് ഗണ്യമായി ഉയർന്ന പ്രകടനം ആവശ്യമാണ്. പ്രത്യേകിച്ച് അങ്ങേയറ്റ സമ്മർദ്ദവും ചൂടും കൈകാര്യം ചെയ്യുന്നതിലും യുദ്ധ സാഹചര്യങ്ങളിൽ ത്രസ്റ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നതിലും ഈ അടിസ്ഥാന നിർമ്മാണ കഴിവുകൾ വിലപ്പെട്ടതാണ്.
അത്യാധുനിക സൈനിക ജെറ്റ് എഞ്ചിനുകൾ രൂപകൽപ്പന ചെയ്യുന്നതിനും നിർമ്മിക്കുന്നതിനും പൂർണ്ണമായും വികസിപ്പിച്ച ഒരു ആവാസ വ്യവസ്ഥ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ആഭ്യന്തരമായി ഒരു പുതിയ എഞ്ചിൻ സൃഷ്ടിക്കുക എന്നത് സാധ്യമായ കാര്യം തന്നെയാണ്. എന്നാൽ ഇതിന് സമയമെടുക്കുമെന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യൻ വ്യോമസേനയുടെ ഭാവി കഴിവുകൾക്ക് അത്യന്താപേക്ഷിതമായ AMCA പ്രോഗ്രാമിന്റെ മൊത്തത്തിലുള്ള ഷെഡ്യൂളിനെ ഇത്തരം കാലതാമസങ്ങൾ ബാധിക്കാനും സാധ്യതയുണ്ട്. അതേസമയം ഈ എഞ്ചിൻ പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന DRDOയുടെ ലബോറട്ടറിയായ ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എഞ്ചിന്റെ ഭൗതിക സ്വത്തവകാശം പൂർണ്ണ നിയന്ത്രണം നിലനിർത്തുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതേസമയം L&T, ഗോദ്രേജ് എയറോസ്പേസ്, കല്യാണി ഗ്രൂപ്പ് എന്നിവയുടെ പങ്കാളിത്തം സർക്കാരിന്റെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭവുമായി യോജിച്ച് ദേശീയ പ്രതിരോധ പദ്ധതികളിൽ ഇന്ത്യയുടെ സ്വകാര്യ മേഖലയുടെ വർദ്ധിച്ചു വരുന്ന കഴിവും പ്രാധാന്യവും എടുത്തു കാണിക്കുന്നുണ്ട്. വാണിജ്യ എയറോസ്പേസിലെ ഇവരുടെ അനുഭവം ഒരു ശക്തമായ തുടക്കമാണ്. എങ്കിലും സങ്കീർണമായ ഒരു മിലിറ്ററി ഗ്രേഡ് എഞ്ചിൻ വികസിപ്പിക്കുന്നതിനുള്ള മാറ്റം ഗണ്യമായ സാങ്കേതിക തടസ്സങ്ങളും സമയസമ്മർദ്ദങ്ങളും ഉണ്ട്. പൂർണ്ണമായും തദ്ദേശീയമായി നിർമ്മിച്ച 110 kN എഞ്ചിനുള്ള അഭിലാഷം ശക്തമാണ്. എങ്കിലും ആവശ്യപ്പെടുന്ന സമയപരിധി AMCA പ്രോഗ്രാമിന്റെ സമയോചിതമായ വിജയം ഉറപ്പാക്കാൻ വിദേശ സഹകരണത്തിന്റെ പ്രായോഗിക പരിഗണന ആവശ്യമായി വരാനുള്ള സാധ്യതയുമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയുടെ 5ാം തലമുറ പദ്ധതിയായ AMCA Mark IIന് വേണ്ടിയിട്ടുള്ള 110 kN എഞ്ചിന് വേണ്ടി 10 മുതൽ 12 വർഷം വരെ എടുക്കും. സംയോജിതമായ സമയപരിധിക്കുള്ളിൽ വിജയം ഉറപ്പാക്കണമെങ്കിൽ സാങ്കേതിക കൈമാറ്റം അല്ലെങ്കിൽ സഹവികസന പങ്കാളിത്തം സംബന്ധിച്ച് അന്താരാഷ്ട്ര എഞ്ചിൻ നിർമ്മാതാക്കളുമായി മുന്നോട്ട് പോകണം എന്നാണ് വിദഗ്ധർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ ഇന്ത്യയിലെ സ്വകാര്യ കമ്പനികളെ കൂടി ഈ അഭിലാഷ പദ്ധതിയിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഇന്ത്യയുടെ AMCAക്കുള്ള എഞ്ചിൻ 7 മുതൽ 9 വർഷത്തിനുള്ളിൽ എത്തും എന്നും പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ തേജസ് മാർക്ക് 1A കരുത്തു പകരാൻ വേണ്ടി 1986 DRDOയുടെ ഗ്യാസ് ടർബൈൻ ഗവേഷണ സ്ഥാപനം ആരംഭിച്ച കാവേരി എഞ്ചിൻ പ്രോഗ്രാമിന്റെ ഘട്ടത്തിലും ഒരു നിർണായക തീരുമാനം, ഒരു നിർണായക വഴിത്തിരിവിലേക്ക് ഇപ്പോൾ മാറുകയാണ്. പതിറ്റാണ്ടുകളുടെ വികസനവും ഏകദേശം 2839 കോടിയിലധികം നിക്ഷേപം നടത്തിയിട്ടും ഈ പദ്ധതി ഇതുവരെയും വിജയം കണ്ടിട്ടില്ല. ആവശ്യമായ ത്രസ്റ്റ് ആണ് ഇതിന്റെ ഏറ്റവും പ്രധാന പ്രശ്നം. അമിത ഭാരം, ഉയർന്ന ഉയരങ്ങളിലെ പ്രകടന പരിമിതികൾ എന്നിവയാണ് ഇതിന്റെ പ്രധാന പ്രശ്നങ്ങൾ. തൽഫലമായി നിലവിലെ യുദ്ധവിമാന പരിപാടികൾ ഇറക്കുമതി ചെയ്ത എഞ്ചിനുകളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പോൾ തേജസ് മാർക്ക് 1A ജെറ്റുകൾ ഉപയോഗിക്കുന്നത് GE F404 IN-20 എഞ്ചിനാണ്. അതേസമയം നമ്മുടെ തേജസ് മാർക്ക് 2, വരാനിരിക്കുന്ന തേജസ് മാർക്ക് 2, അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് എന്നിവ കൂടുതൽ ശക്തമായ GE F414 ഉപയോഗിക്കാൻ പദ്ധതി ഇട്ടിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യയുടെ സ്വകാര്യ കമ്പനികൾ പ്രാധാന്യം നേടുമ്പോൾ കാവേരി എഞ്ചിന്റെ സാങ്കേതിക വിദ്യ കഴിവുള്ള സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് കൈമാറണം എന്ന് വരുന്ന ചർച്ചകളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത്. എഞ്ചിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ഭാവി വിമാനങ്ങൾക്കായി നൂതന വകഭേദങ്ങൾ വികസിപ്പിക്കുന്നതിനും സ്വകാര്യ കമ്പനികൾക്ക് സാധിക്കും എന്നാണ് ഇപ്പോൾ പറയുന്നത്. നമ്മുടെ സ്വകാര്യ മേഖലയിലെ പ്രതിരോധ കമ്പനികൾ എടുക്കുകയാണെങ്കിൽ L&T, ഗോദ്രേജ് എയറോസ്പേസ്, മഹീന്ദ്ര എയറോ സ്ട്രക്ചേഴ്സ് എന്നിവയുൾപ്പെടെ നിരവധി ഇന്ത്യൻ സ്വകാര്യ സ്ഥാപനങ്ങൾ എയറോസ്പേസ്, പ്രതിരോധ നിർമ്മാണം എന്നിവയിൽ ഗണ്യമായ കഴിവുകളാണ് കാണിച്ചിരിക്കുന്നത്. വിമാനങ്ങൾ, മിസൈലുകൾ, ബഹിരാകാശ വിക്ഷേപണ വാഹനങ്ങൾ എന്നിവയ്ക്കുള്ള നിർണായക ഘടകങ്ങളാണ് ഇവർ നിർമ്മിക്കുന്നത്. ഉദാഹരണത്തിന് ഗോദ്രേജ് എയറോസ്പേസിന് എഞ്ചിൻ ഉൽപാദനത്തിന് അത്യന്താപേക്ഷിതമായ ഉയർന്ന താപനിലയിലുള്ള അലോയികളിലും സങ്കീർണമായ മെഷീനിങ്ങിലും വൈദഗ്ധ്യമുണ്ട്. അതുപോലെ തന്നെ ടാറ്റ, L&T പോലുള്ള കമ്പനികൾക്ക് അന്താരാഷ്ട്ര ഒറിജിനൽ ഉപകരണ നിർമ്മാതാക്കളുമായി പങ്കാളിത്തമുണ്ട്. ഇതുകൊണ്ടൊക്കെ തന്നെ ഈ കാവേരി എഞ്ചിൻ പദ്ധതി ഒരു സ്വകാര്യ കമ്പനികളുടെ ഒരു കൺസോർഷ്യത്തിന് കൈമാറുന്നത് നിരവധി നേട്ടങ്ങൾ നൽകാൻ ഇന്ത്യക്ക് സഹായകമാകും. ഒന്നാമതായി നിലവിൽ ഓർഡർ ചെയ്തിട്ടുള്ള 123 തേജസ് മാർക്ക് 1A ജെറ്റുകൾക്ക് ആവശ്യമായ 85 മുതൽ 90 വരെ kN ത്രസ്റ്റ് നിറവേറ്റുന്നതിനായി കാവേരിയെ നവീകരിക്കാനുള്ള ശ്രമങ്ങൾ ത്വരിതപ്പെടുത്താൻ കഴിയും. അതുപോലെ രണ്ടാമതായി തേജസ് മാർക്ക് 2, AMCA, ആളില്ലാ യുദ്ധ സംവിധാനങ്ങൾ തുടങ്ങിയ ഭാവി പ്ലാറ്റ്ഫോമുകൾക്ക് ആവശ്യമായ ശക്തമായ ഒരു കാവേരി ഡെറിവേറ്റീവുകളുടെ വികസനത്തിന് സ്വകാര്യ വ്യവസായത്തിന് നേതൃത്വം നൽകാൻ കഴിയും. വിജയകരമായി സ്വകാര്യമായി നിർമ്മിക്കുന്ന കാവേരിക്ക് കയറ്റുമതി അവസരങ്ങൾ തുറക്കാനും അതുമൂലം ഇന്ത്യയെ സമാനമായ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് എഞ്ചിൻ വിതരണക്കാരനായി സ്ഥാപിക്കാനും സഹായിക്കും. അതുപോലെ തന്നെ 2023 F404 എഞ്ചിൻ വിതരണവുമായി ബന്ധപ്പെട്ട ധാരാളം പ്രശ്നങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. അതായത് അന്താരാഷ്ട്ര ഉപരോധങ്ങൾ, വിതരണ തടസ്സങ്ങൾ, ചെലവിന്റെ കാര്യത്തിലുള്ള ചാഞ്ചാട്ടം എന്നിവയിൽ നിന്ന് പ്രതിരോധ പദ്ധതികളെ സംരക്ഷിക്കേണ്ടത് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു അത്യാവശ്യമാണ്. സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തത്തിലൂടെ കാവേരിയെ പുനരുജ്ജീവിപ്പിക്കുന്നത് തേജസ്സിനുള്ള ഒരു പരിഹാരമായിട്ട് മാത്രമല്ല, ഇന്ത്യയുടെ ഭാവി തലമുറയിലെ യുദ്ധവിമാനങ്ങൾക്ക് ശക്തി പകരുന്നതിനും ഒരു പ്രധാന ബഹിരാകാശ ശക്തി എന്ന നിലയിലുള്ള ഇന്ത്യയുടെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള ഒരു അടിസ്ഥാന ചുവടുവയ്പ്പാണ്.
ഇതുപോലുള്ള പ്രതിരോധ വാർത്തകൾ അറിയുന്നതിന് വേണ്ടി മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് തരിക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.